തൃശൂരിലെ CPIM ബാങ്ക് അക്കൗണ്ടുകളിൽ 99% രഹസ്യമായവയെന്ന് ED. കരുവന്നൂരിന് സമാനമായി കേരളത്തിലെ 12 ബാങ്കുകളിൽ ക്രമക്കേട് നടന്നുവെന്നാണ് കണ്ടെത്തൽ. ഈ ബാങ്കുകളുടെ പട്ടിക ED ധനകാര്യ മന്ത്രാലയത്തിന് കൈമാറി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ED നൽകിയ കത്തിന്റെ വിവരങ്ങൾ 24ന് ലഭിച്ചു. 24 എക്സ്ക്ലൂസീവ്. തൃശൂർ ജില്ലയിൽ മാത്രം CPIMന് 81ലധികം അക്കൗണ്ടുകളുണ്ട്. ഇതിൽ 99% വെളിപ്പെടുത്താത്തവയാണെന്ന് ED. തൃശൂരിൽ 90ലധികം ഇടങ്ങളിൽ പാർട്ടിക്ക് വസ്തുവകകളുണ്ട്. ഈ വിവരങ്ങളും വെളിപ്പെടുത്തിയിട്ടില്ല. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡിനെ കൂടാതെ നയപരമായ കാര്യങ്ങളും വായ്പ അനുവദിക്കലും നിയന്ത്രിക്കുന്നത് CPIMന്റെ രാഷ്ട്രീയ ഉപസമിതിയും പാർലമെന്ററി കമ്മിറ്റിയുമാണെന്നും ED റിപ്പോർട്ടിൽ പറയുന്നു. അതിനായി പ്രത്യേക മിനിറ്റ് ബുക്ക് സൂക്ഷിച്ചിരുന്നു. CPIMലെ ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ നിർദ്ദേശപ്രകാരം വിവിധ ആളുകൾക്ക് അനധികൃത വായ്പ അനുവദിച്ചതായും അന്വേഷണത്തിൽ വെളിപ്പെട്ടിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിനും ED നൽകിയ കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. കേരളത്തിലെ മറ്റു 12 ബാങ്കുകളിൽ കൂടി കരുവന്നൂരിന് സമാനമായ തട്ടിപ്പ് നടന്നു. ഈ ബാങ്കുകളുടെ പട്ടിക ഉൾപ്പെടെ ചേർത്താണ് കത്ത്. CPIMന്റെ വെളിപ്പെടുത്താത്തതായി ED കണ്ടെത്തിയ അക്കൗണ്ടുകൾ ആദായനികുതി വകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. അസ്വാഭാവിക ഇടപാട് കണ്ടെത്തിയാൽ ഉടൻ നടപടിക്കാണ് നീക്കം. ബാങ്ക് അക്കൗണ്ട് നോക്കിയല്ല CPIMന്റെ പ്രവർത്തനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് പോലുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് നാട്ടുകാർ വോട്ട് മാത്രമല്ല ഞങ്ങൾക്ക് തരിക, അതിൽ ധാരാളം പൈസയും നാട്ടുകാർ തരും. തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യത്തിനുള്ള ചിലവൊക്കെ നാട്ടുകാർ തരുന്ന പൈസയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ നിറവേറ്റി പോകുന്നത്. അങ്ങനെ നടത്തുന്നൊരു പാർട്ടിയെ, അവിടുത്തെ പ്രവർത്തനത്തെ നിർവീര്യമാക്കാം ഇതുകൊണ്ട് എന്ന് BJP കരുതിയിട്ടുണ്ടെങ്കിൽ അത് കടുത്ത അബദ്ധമായിപ്പോയി. തെരഞ്ഞെടുപ്പടുത്തതോടെ EDയും ആദായനികുതി വകുപ്പും രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നുവെന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെയും മുൻ MP PK ബിജുവിനെയും ED വീണ്ടും ചോദ്യം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അക്കൗണ്ടുകളെക്കുറിച്ച് തനിക്കറിയില്ലെന്ന് വർഗീസ്. നമുക്ക് കൊടുക്കാൻ കഴിയുന്നതല്ലേ നമുക്ക് കൊടുക്കാൻ കഴിയാം. ഇല്ലാത്ത കാര്യം കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ കൈവശം ഇല്ലാത്ത രേഖകളോ അല്ലെങ്കിൽ കാര്യങ്ങളോ നമുക്ക് കൊടുക്കാൻ കഴിയില്ല. കേന്ദ്ര ഏജൻസികളുടെ നടപടികൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കം CPIM ആരംഭിച്ചു. പ്രാദേശിക തലത്തിൽ പ്രതിഷേധം ശക്തമാക്കാനും തീരുമാനമുണ്ട്. EDക്ക് പിന്നാലെ പാർട്ടി അക്കൗണ്ടുകളിൽ മേൽ ആദായനികുതി വകുപ്പും പിടിമുറുക്കുകയാണ്. ഇടപാട് സംബന്ധിച്ച വിശദാംശങ്ങൾ ആദായനികുതി വകുപ്പ് പരിശോധിക്കും. വീഴ്ച കണ്ടെത്തിയാൽ ഉടൻ നടപടിക്ക് തന്നെയാണ് സാധ്യത. വിനീത VG, 24 കൊച്ചി.